എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു കൃഷ്ണാനുഭവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ പറയട്ടെ, അനുഭവങ്ങൾ അയച്ചു തന്നവർ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ആകുമ്പോഴേ നിങ്ങളുടെ അനുഭവങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുള്ളൂ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. 7 പേർക്ക് കൃഷ്ണവിഗ്രഹം സമ്മാനമുണ്ട് എല്ലാ മാസവും. ജോയിൻ ബട്ടണിലൂടെ ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം പെട്ടെന്ന് തന്നെ വായിക്കാം. ഞാൻ മിനി ആറ്റിങ്ങിൽ നിന്നാണ്. വർഷങ്ങളായി ഗുരുവായൂരിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടന്നിട്ടില്ല. 18/10/25 ഞായറാഴ്ച ഞങ്ങൾ 3 കൂട്ടുകാർ കണ്ണനെ കാണാൻ പോയി. പാസ് കിട്ടിയിട്ട് 3 മണിക്കൂർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു. എനിക്ക് ചെറിയ ചെറിയ വയ്യായികകളുണ്ട്. എന്നാലും അതൊന്നും പുറത്തു കാണിക്കാതെ അണിഞ്ഞൊരുങ്ങി കണ്ണനെ കാണാനെത്തി. എന്നെ കണ്ടാൽ അസുഖക്കാരിയെന്ന് ആർക്കും തോന്നില്ല. ക്യൂവിൽ നിന്ന് ഞാൻ ക്ഷമ കേട്ടു. ഞാൻ പറഞ്ഞു, കണ്ണാ ഇറങ്ങിപ്പോണോ, എനിക്കൊട്ടും വയ്യ, എൻ്റെ കാര്യം എനിക്കറിയാലോ എന്ന്. കൂട്ടുകാരുടെ നിർബന്ധം കൊണ്ട് കണ്ണനെ കാണാൻ തീരുമാനിച്ചു. 1 മണിക്കൂർ ശേഷം കണ്ണൻ്റെ അടുത്തെത്താറായപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്നു, ദാ ആ ചേച്ചി എങ്ങ് വിട്, വയ്യാത്തതാണെന്ന്. എന്നെ 5 മിനിറ്റ് കണ്ണൻ്റെ മുന്നിൽ തൊഴുതു നിൽക്കാൻ അവസരം തന്നു അവർ. ഞാൻ നന്നായിട്ട് ഒരുങ്ങിയൊക്കെയാണ് കണ്ണനെ കാണാൻ പോയത് കേട്ടോ. എന്നെ കണ്ടാൽ അങ്ങനെ അസുഖക്കാരിയാണെന്നൊന്നും തോന്നില്ല. പക്ഷെ അവിടെ ഇരുന്നവർക്ക് പെട്ടെന്ന് എന്നെ മനസ്സിലായി. എന്നെ വേഗം വിളിച്ച് തൊഴിപ്പിച്ചു. അതെനിക്ക് ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണന് മനസ്സിലാവാത്ത അസുഖമുണ്ടോ? അതല്ലേ സത്യം. അപ്പം അങ്ങനെ ഞങ്ങളെ നിങ്ങൾക്ക് തൊഴാൻ സഹായിച്ച അഭിലാഷ് സാറിനും ഞാൻ പ്രത്യേകം ദൈവം നിയോഗിച്ച മാതിരി ആണ് അദ്ദേഹം ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. എൻ്റെ 20ാമത്തെ ദീപാവലി, എൻ്റെ ജന്മദിനത്തിന് ഒരു പ്രയാസവും കൂടാതെ കണ്ണനെ കാണാനും ഭഗവാന് നേദിച്ച മലര് കിട്ടാനും ഒക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ ഒരു അനുഭവം നല്ല രസമുണ്ടല്ലേ. നല്ല ഒരുങ്ങിയൊക്കെയാണ് പോയത്. ഒരുങ്ങിയൊക്കെ പോയതെന്ന് വെച്ചാൽ അസുഖമൊന്നും ഇല്ലാത്ത മാതിരി ഒക്കെ തോന്നണ്ടേ നമുക്ക് കാണുമ്പോൾ ആളുകൾ. പക്ഷേ ഭഗവാൻ അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ആരും ഒന്നും വിളിക്കണ്ട കേട്ടോ. ഭഗവാന്റെ മുമ്പിൽ ഒന്നും വിളിക്കാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഭഗവാനോട് അങ്ങോട്ട് തുറന്നു പറഞ്ഞോളൂ. ബാക്കിയൊക്കെ ആ കണ്ണൻ അങ്ങോട്ട് തീരുമാനിച്ച് ഒക്കെ ശരിയാക്കി തരും. അപ്പം എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ, എല്ലാവരിലേക്ക് എത്തിക്കട്ടോ.